ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരല്പം മത്തേല തോരൻ വെച്ചാലോ? ആയിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. വേണ്ടിയേ നമുക്കിതിൽ നിന്ന് തളിര് മത്തേല നോക്കി പിച്ചിയെടുക്കാം. മത്തേല നോക്കി വന്നപ്പം ഒരു വിരുദൻ കുട്ടപ്പൻ കണ്ട ഒളിച്ചിരിക്കുന്നുണ്ടോ? അപ്പോൾ നമുക്കിതിനു വേണ്ടി ഒരു കവർ ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ പ്രാണികൾ ഇതിനെ നശിപ്പിക്കും. ഫ്രണ്ട്സ്, അതാണ്ട് 2 മത്തങ്ങയാണ് നിൽക്കുന്നത്. നമുക്കിതിന് രണ്ടിനും ഒന്ന് കവർ ഇട്ട് കൊടുക്കണം. നമുക്കൊരു മിനി കവർ എടുത്തിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇത് നമുക്ക് കിട്ടത്തില്ല, പ്രാണികൾ കുത്തി നശിപ്പിക്കും. അപ്പോൾ ഇത് തീരെ ചെറുതാണ്, നമുക്ക് ഇതിനും കൂടെ ഒരു കവർ ഇട്ട് കൊടുക്കാം. അപ്പം നമുക്ക് ഈ മത്തേലയെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. മത്തേല കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതേപോലെ നമുക്ക് വെച്ച് കൊടുക്കാം. ഒരു പാത്രത്തിൽ ഇതേപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതിനകത്തുള്ള വെള്ളമെല്ലാം തോർന്ന് കിട്ടും. മത്തേല അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. മത്തേല തോരൻ വയ്ക്കാൻ വേണ്ടി 2 ഉണ്ടമുളകും 1 പച്ചമുളകുമാണ് ഞാൻ എടുത്തേക്കുന്നത്. എനിക്ക് ആവശ്യമായിട്ടുള്ള മുളക് നിങ്ങൾക്ക് എടുക്കാം. പിന്നെ എടുത്തേക്കുന്ന വെളുത്തുള്ളി, ജീരകം, ഒരു നുള്ള് മുളക് പൊടി, എന്താണെന്ന് വെച്ചാൽ മഞ്ഞ കളറൊന്ന് മാറി നല്ലൊരു കളർ കിട്ടാൻ വേണ്ടി. പിന്നെ നമുക്ക് തേങ്ങയും അല്പം മഞ്ഞൾപ്പൊടി. ഇത് നമുക്ക് മിക്സിയിലൊന്ന് ചതച്ചെടുക്കാം. ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഇതിനകത്തെ വെള്ളമയം എല്ലാം ഒന്ന് പറ്റട്ടെ. ഇനി അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് മത്തയില ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തീ കുറച്ച് വയ്ക്കണം, സിമ്മിലിട്ട് കൊടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം. നമുക്കിതൊന്ന് അടച്ചു കൊടുക്കാം. ഒരു 6 മിനിറ്റ് ഇത് ആവിയിലിരുന്നൊന്ന് വേവട്ടെ. തീ കുറച്ച് കൊടുക്കണം, പ്രത്യേകം ശ്രദ്ധിക്കുക. മത്തേല തോരൻ തയ്യാർ.